തിരഞ്ഞെടുക്കപ്പെട്ട സക്കീന എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്ന് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ ഭേദാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനവും കഴിഞ്ഞ് ഇന്ന് സംസ്ഥാനത്തെങ്ങും ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നിരിക്കുകയാണ്. വിളിയൂർ ഗ്രാമപഞ്ചായത്ത് ഇന്നൊരു അപൂർവ നിമിഷത്തിലാണ് നിൽക്കുന്നത്. കാരണം സംസ്ഥാനത്തെ തന്നെ ഒരു അപൂർവമായ കാഴ്ചയാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ഒരു ചടങ്ങിനാണ് ഗ്രാമപഞ്ചായത്ത് ഇന്ന് സാക്ഷ്യം വെച്ചിരിക്കുന്നത്. മുതിർന്ന അംഗം എന്ന നിലയിൽ ഹുസൈൻ കണ്ടെങ്കാവ് ഭാര്യയായ സക്കീന ഹുസൈന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആ ചടങ്ങിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇരുവരും. ഹുസൈൻ ക 3-ാം വാർഡിൽ നിന്നും സക്കീന താത്ത 4-ാം വാർഡിൽ നിന്നും ജയിച്ച് വെളിയൂർ ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധികളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെന്റിനെ കുറിച്ച് എന്ത് പറയുന്നു? ഞങ്ങൾ 2015 ഞങ്ങൾ രണ്ടാളും മത്സരിച്ച് വിജയിച്ചിരുന്നു. പക്ഷേ അന്ന് മുതിർന്ന അംഗം വേറൊരാളായിരുന്നു. ഇപ്പോൾ ഇരട്ടി മധുരമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം വിളയൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 45 വർഷത്തിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ ഭരണത്തിലേറിയിരിക്കുകയാണ്. 14 പ്രതിനിധികളുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അവിടെ ഏറ്റവും മുതിർന്ന അംഗം എന്നുള്ള നിലയിൽ എന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കേരളത്തിൽ അപൂർവമാണോ എന്നെനിക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും പിന്നെ എൻ്റെ പത്നിക്ക് ഞാൻ തന്നെയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. കേരളത്തിൽ അപൂർവമാണോ എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. അത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതും അറിയാൻ കഴിയില്ല. ഏതായാലും ഇന്ന് അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ വിജയം ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷയില്ല എന്നുള്ളത് വിളയൂരിലെ ജനങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതിനുള്ള നന്ദിയും കടപ്പാടും ജനങ്ങളെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യണം. ഭർത്താവ് സത്യവാചകം ചൊല്ലി തന്നപ്പോൾ എന്ത് തോന്നി? ഒരു മൊമെന്റിനെ കുറിച്ച് എന്ത് പറയും? സന്തോഷം തോന്നി, ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ 4.5 പതിറ്റാണ്ടിന് ശേഷമാണ് വിളയൂർ ഗ്രാമപഞ്ചായത്തിന് ഭരണം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നിങ്ങൾ ദമ്പതികൾ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ? ഞങ്ങളുടെ രണ്ടാളുടെ മുദ്രാവാക്യം തന്നെ കൂടെ ഉണ്ടാവും കൂടെ പിറപ്പിനെ പോലെ, കൂടെ ഉണ്ടാവണം കൂടെ പിറപ്പായി എന്നാണ് ഞങ്ങൾ രണ്ടാളും ഞങ്ങളുടെ വാർഡുകളിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ വരെ അത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവരെ ചേർത്ത് പിടിച്ച് അവരുടെ എല്ലാ വിഷയങ്ങളിലും കൂടെ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ഈ 5 വർഷം ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും. തുടർന്ന് അങ്ങോട്ടും അവരുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാവുക. അത് മുൻകാലങ്ങളിൽ ഉള്ള പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ അവരുടെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. 2015 ഒരുമിച്ച് വിജയിച്ചു, 2020 ഒരുമിച്ച് പരാജയപ്പെട്ടു. ഇപ്പോഴേ വീണ്ടും ഈ ദമ്പതികൾ ഒരുമിച്ച് വിജയിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ വാഗ്ദാനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി പൂവണിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ.